ഹായ് ഹലോ ഡിയേഴ്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമനും കൺമണിയും ആ കാട്ടിൽ അകപ്പെടുകയാണ് കേട്ടോ. സമൃദ്ധമായി വരുൺ അവരെ അതിൽ അകപ്പെടുത്തി എന്ന് വേണം പറയാൻ. പക്ഷെ എത്ര അകപ്പെടുത്താൻ ശ്രമിച്ചാലും കൺമണിയുടെ കൂടെ ഭഗവാൻ ഉള്ളത് കൊണ്ട് അവൾക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. ബലരാമന് വളരെ നല്ല മനുഷ്യനായതുകൊണ്ട് അയാൾക്ക് ഒന്നും സംഭവിക്കില്ല. ഓർക്കാപ്പുറത്തുണ്ടായ ഈ അപകടം കൺമണിയെ ആകെ തളർത്തി കളയാണ് കേട്ടോ. തങ്ങളെ ആരാണ് ഇതിൽ അകപ്പെടുത്തിയതെന്ന് അവൾക്ക് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആരാണ് തങ്ങളെ ഈ കാട്ടിൽ അകപ്പെടുത്തിയതെന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മാനസിക്ക് ഇതിൽ പങ്കുണ്ടാകുമെന്ന് അവൾ സ്വപ്നേബി വിചാരിക്കുന്നില്ല. ബലരാമനും കൺമണിയും രാത്രിയായപ്പോൾ ഒരു മരത്തിന് കീഴിൽ ഇരിപ്പുറപ്പിക്കുകയാണ് കേട്ടോ. വരുണും കുണ്ടയും ജോത്സ്യനും അവരെ നിരീക്ഷിച്ചുകൊണ്ട് അടുത്തൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അവരെ അകപ്പെടുത്താൻ നോക്കിയ വരുൺ തന്നെയാണ് കേട്ടോ മിക്കവാറും കെണിയിൽ അകപ്പെടാൻ പോകുന്നത്. അതിൽ നിന്ന് തടിയുരാൻ അയാൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ടും വരും. കൃഷ്ണനെ കൺമണിയെ കാണാതായിട്ട് രാത്രി ഇരിപ്പുറപ്പിക്കുന്നില്ല കേട്ടോ. വരുൺ വലിയ ടെൻഷനിലാണ്. മഹിയോടെ എവിടെ പോയി അന്വേഷിക്കാനാ, ആരെ വിളിക്കാനാ, അവളെ മേട്ടനെയും വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ടെൻഷനോടെ തന്നെ. മഹിയാണെങ്കിൽ അയാളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ബെല്ലാമൻ സാറ് കൂടെയുള്ളത് കൊണ്ട് കൺമണിക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കൃഷ്ണനാണെങ്കിൽ ഒരു സമാധാനമൊന്നും കിട്ടുന്നില്ല കേട്ടോ. ബെല്ലാമനാണെങ്കിലും കൺമണിയോട് എന്താണ് ഈ കെണിയൊരുക്കി അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല, എന്താണ് അവരുടെ പർപ്പസ് എന്നും അറിയില്ല. അവരാരായാലും അവർക്കുള്ള ശിക്ഷ വിധിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. വെറുതെ വിടില്ല ഞാൻ അവരെ, അവർക്കെന്നെ ശരിക്കും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയോ ബലരാമന്റെ കയ്യിൽ ഒരു മെഴുകുതിരിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അയാൾ അത് കത്തിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലാണെങ്കിൽ ശ്രീനിയും മനോജും സുലോചനയും ആകെ ടെൻഷനിലാണ്. എരുതിയിൽ എണ്ണയൊഴിക്കാൻ എന്ന പോലെ ധനലക്ഷ്മി ശ്രീനിയെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ കഥകളാ കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ആ കഥകളും വാർത്തകളും ഒക്കെ കേട്ടാൽ ഞെട്ടിപ്പോകുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു കാറും അതിനുള്ളിൽ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. അത് കൺമണിയും ബലരാമനും കാണുകയും ചെയ്യുന്നുണ്ട്. ബലരാമനും കൺമണിയും അതുകൊണ്ട് കൈ കാണിച്ചപ്പോൾ കാർ നിർത്തുകയും അതിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അത് ശത്രുവാണോ മിത്രമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അത് നമുക്ക് കാത്തിരുന്നിട്ട് കാണാം. ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.